പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സുപ്രീം കോടതിയിൽ ഇന്നലെ കത്തിക്കയറുകയാണെന്നാണ് പറഞ്ഞത്. വാർത്തയൊക്കെ വന്നത് അങ്ങനെയാണ്, പക്ഷെ കത്തി കരിയുകയായിരുന്നു. ഇത് മമതാ ബാനർജി നടത്തിയ മറ്റൊരു കോമഡി ഷോ എന്നതിൽ കവിഞ്ഞ് യാതൊരു പരാമർശവും അർഹിക്കുന്നതല്ല. ഒന്നാമത്തെ, പശ്ചിമ ബംഗാളിൽ സ്വന്തമായിട്ടൊരു അഡ്വക്കേറ്റ് ജനറലുണ്ട്. പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അഡ്വക്കേറ്റുമാരുണ്ട്. പിന്നെ പശ്ചിമ ബംഗാൾ ഗവൺമെൻറ്റിന് ഡൽഹിയിൽ നിന്ന് തന്നെ സുപ്രീം കോടതിയിലുള്ള പല അഭിഭാഷകരെയും നിയോഗിക്കാമായിരുന്നു. അപ്പോൾ ഇവരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് ഈ സ്ത്രീ അവിടെ വന്നത് വാർത്ത സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ്, ഒരു പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടി മാത്രമാണ്. അതല്ലാതെ വേറെ ഒരു കാര്യവും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർ വന്ന് ഈ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് അവർ വന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ വന്ന് അവർ കുറേ നേരം മിണ്ടാണ്ട് നിന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർക്കൊന്ന് ഇടപെട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു, ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞ് കേട്ടിട്ട് മതി എന്ന് പറഞ്ഞു. ചീഫ് ജസ്റ്റിസ് പറഞ്ഞു, അവർ ഇത്രയും വന്നല്ലേ കൽക്കത്തയിൽ നിന്നൊക്കെ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ, എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് ചോദിച്ചു. പ്രധാനമായിട്ട് SIR ആണ്, സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ. അവർ പറയണത് 65 ലക്ഷം പേരെ അവർ ഇലക്ട്രൽ റോഡുകളിൽ നിന്ന് നിഷ്കാസനം ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ വനിതകൾ അവരുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ പേരിൻ്റെ പോലെ സർനെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അത് കൂടാണ്ട് മരിച്ചുപോയവരുണ്ടാവും. മരിച്ചുപോയവരെ പറ്റി ആയമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവരെയൊക്കെ എങ്ങനെ ഇലക്ട്രൽ റോഡിൽ നിന്ന് നിഷ്കാസിതരായി എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെ വക്കീലന്മാർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ബീഹാറിൽ എത്രയോ കോടി പേരുകൾ ഇത് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. അവരൊക്കെ പെറ്റീഷൻ തന്നു. ആ പെറ്റീഷനൊക്കെ പ്രോസസ്സ് ചെയ്ത് പെട്ടെന്നാണ് ഞങ്ങൾ ആ പേരുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തത്. പിന്നെ ബംഗാളിൽ എന്താ പ്രത്യേകത, അവർക്ക് പരാതി ഉണ്ടെങ്കിൽ പരാതി പറയണം. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്കോ അതല്ലെങ്കിൽ എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്കോ സ്ഥലം മാറിപ്പോയി താമസം മാറ്റുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ പ്രിയൻ അറിയിക്കേണ്ട ഗവൺമെൻറ് സർവീസുകളിലൊക്കെ അറിയിക്കൂലേ, ഞാനിങ്ങനെ അഡ്രസ്സ് മാറ്റിയിട്ടുണ്ടെന്ന്. ഇത് ചെയ്യാത്തത് എന്താ? അത് ചെയ്യേണ്ടതല്ലേ? അത് ചെയ്യാൻ പറ്റാത്തവർക്ക് ആ പേരുകൾ ഇലക്ട്രൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പെറ്റീഷൻ കൊടുക്കാം. അത് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഉദ്യോഗസ്ഥന്മാർ പരിഗണിക്കും. ആ പേരുകൾ എന്നിട്ട് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഈ സർനെയിം മാറ്റുക എന്നുള്ളത്, വനിതകളുടെ സർനെയിം മാറ്റുക എന്നുള്ളതും പേര് മാറ്റത്തിന് തുല്യമാണ്. അപ്പോൾ അത് ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ട് വേണം അത് അറിയിക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്കൊരു രേഖയാവുള്ളൂ. ഇവരതിൽ കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ല ഇന്നലെ. മനസ്സിലായില്ലേ? ഈ പറഞ്ഞ പോലെ കൽക്കത്തയിൽ നിന്ന് ഇത്രയും പാടുവിട്ട് ഇവിടെ വന്നു, അവരെന്തെങ്കിലും പ്രസംഗിച്ചിട്ട് പോട്ടെ എന്നാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്. അതിൽ കൂടുതൽ അവർക്കൊന്നും പറയാൻ അറിയില്ല. അവർ LLB-കാരിയാണ്. പിന്നെ അവർക്കൊരു പേര് കിട്ടി. ഇപ്പോൾ അധികാരത്തിലിരിക്കുമ്പോൾ സുപ്രീം കോടതിയിൽ വന്ന് വാദിച്ച ഏക മുഖ്യമന്ത്രി അവരാണ്. മറ്റേ മുഖ്യമന്ത്രിമാരൊന്നും ഈ പണിക്ക് പോകാറില്ല. ഇപ്പം നമ്മുടെ പിണറായി വിജയനും നാളെ പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹത്തിന് LLB ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. പഴയ BA പാസ്സാന്നാണ് പറയണം, അവകാശപ്പെടുന്നത്. അപ്പോൾ ഗോവിന്ദൻ പഴയ ഡ്രിൽ മാസ്റ്റർ, 4ാം ക്ലാസ്സും ഗുസ്തിയുള്ളൂ. പക്ഷേ അദ്ദേഹത്തിനും പോയി അദ്ദേഹത്തിൻ്റെ കേസ് വാദിക്കാം. പക്ഷെ ഇവരാരും പോകാറില്ല. കാരണം അവിടെ ചെല്ലുമ്പോൾ നമ്മൾ പറയണത് എന്താണെന്ന് നമുക്കറിയണം, നമ്മൾ സംസാരിക്കുന്നത് എന്താണ് എന്ന് നമുക്ക് സ്വയം അറിഞ്ഞിരിക്കണം. അപ്പം ഇവരതിൽ കൂടുതലുള്ള ഒരു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അവർ സ്വയം അപഹാസ്യമായി തീരുകയാണ് ചെയ്തത്. പിന്നെ വേറൊന്നുള്ളത്, അവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണമെന്നോ എന്തോ ഒരു താല്പര്യമുണ്ട്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെ പോകാനും തയ്യാറാണ്. അവരിതിനു മുമ്പ് 98 മുതൽ 2004 വരെയുള്ള NDA ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരുന്നു അവർ. ഇടക്കാലത്ത് 2001 2002 മറ്റോ അവർ മന്ത്രിപദം രാജിവെച്ച് പോയതൊഴിച്ചാണ്. അപ്പോൾ ഇവർ മന്ത്രിയായിരുന്ന സമയത്ത് അന്നത്തെ പ്രധാനമന്ത്രി വാജ്പേയിക്കെതിരായിട്ട് ഇവരെന്തോ പ്രസ്താവന നടത്തി പാർലമെൻറ്റിന് പുറത്ത്. പാർലമെൻറ്റിലും അകത്ത് വെച്ച് പ്രധാനമന്ത്രി വാജ്പേയി പറഞ്ഞു, ഇത് പാർലമെൻറ്റിന് പുറത്താണ് സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക് സ്റ്റൈലുണ്ടല്ലോ, തലയാട്ടിട്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല,
പക്ഷേ അത് ഈ സഭയെ ദുഷിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നിങ്ങൾ എന്ത് ആരോപണം ഉന്നയിക്കുമ്പോഴും നിങ്ങളുടെ കയ്യിൽ തെളിവ് വേണം. വെറുതെ പോയിട്ട് ശുദ്ധ ഒരാളെക്കുറിച്ച്, ആ ഒരു ബന്ധമില്ലാത്തൊരു വിഷയത്തെക്കുറിച്ച് ഒരാളെ ബന്ധപ്പെടുത്തി ഇങ്ങനെ കുറ്റം പറയണേ. ഈ വാക്ക് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, വാചകം, ഏ ശോഭ നഹീം കരേഗി തുമാരി ആപ്കി ശോഭ നഹീം കരേഗ മമതാജി, ബി കെയർഫുൾ. നിങ്ങൾക്ക് ഇത് നല്ലതിനല്ല, നിങ്ങളുടെ പേരിന് വളരെ ദുഷ്പ്രചരണം കിട്ടും ഇതുകൊണ്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവരെ പറഞ്ഞു വിട്ടത്. എന്നിട്ട് അവസാനം പുറത്തുനിന്ന് മാപ്പ് പറയുകയൊക്കെ ചെയ്തു. പക്ഷേ എന്നാലും ഈ പറഞ്ഞ പോലെ പട്ടിയുടെ വാൽ 12 കൊല്ലം കുഴലിട്ടാൽ അതേപോലെ ഇരിക്കുള്ളൂ. ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവർ ഈ ബംഗ്ലാദേശി പൗരന്മാരെ ഇലക്ട്രൽ ലിസ്റ്റിൽ നിന്നും നിഷ്കാസനം ചെയ്യുന്നതിന് എതിരായിട്ടാണ് അവർ ഈ വന്നിരിക്കണം മുഴുവൻ ഈ കാണിക്കുന്ന കപട നാടകമൊക്കെ. ഇപ്പം ബീഹാറിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ SIR വന്നപ്പോൾ ലാലു പ്രസാദ് യാദവും മറ്റ് യാദവും ഇവരെല്ലാം ബഹളം ഉണ്ടാക്കി. പക്ഷെ എന്തായി? പരാതി കൊടുത്ത ഉടനെ ഒവൈസി ഇല്ലേ, ഹൈദരാബാദിൽ നിന്നുള്ള അയാളുടെ ആൾക്കാർ മുസ്ലിങ്ങൾ പോയി പരാതി കൊടുത്തു. വിത്തിൻ 900 പേരോ എന്താണ് ചെയ്യുന്നത്, വിത്തിൻ 1 ഡേ എല്ലാം ഇൻക്ലൂഡ് ചെയ്തു. അവരുടെക്ക് വരെ പരാതിയില്ലാന്ന് അയാൾ പറഞ്ഞല്ലോ, അയാൾക്ക് പരാതിയില്ലാന്ന്, SIRൽ പരാതിയില്ലാന്ന്. പിന്നെ ഇവർക്ക് എങ്ങനെയാണ് പരാതി? ഇവർ ഈ വോട്ടർ പട്ടികയിൽ നിന്നും ബംഗ്ലാദേശികളുടെ പേര് നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രമാണ് അവരിതിനെ എതിർക്കണം. പിന്നെ വേറൊന്നിപ്പോൾ അവർ പറയണേ, ബംഗാളിൽ നിന്ന് ദൂരം സംസ്ഥാനങ്ങളിലേക്ക് ജോലിക്ക് പോയിട്ടുണ്ട്, അവർക്കൊന്നും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ഇല്ലെങ്കിൽ അറിയാൻ പറ്റൂല. ഇത് ആരെ പറ്റിക്കാനാണ്? ഓൺലൈനിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഓൺലൈനിൽ ചെയ്യാനുള്ള സംവിധാനം എല്ലാ ഇലക്ഷൻ കമ്മീഷനും ചെയ്തു കൊടുത്തു. അധികാരം ഇല്ലാതിരുന്ന സമയത്ത് പാർലമെന്റിൽ പൊട്ടിക്കരഞ്ഞതാണ് ഇവർ. അത് ഇവർക്കൊന്നും അധികാരം ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അതല്ലേ മറ്റേ ഈ അമ്മയും മോനും ഈ പാർലമെന്റിൽ കിടന്ന് കാട്ടിക്കൂട്ടുള്ള ബഹളം മുഴുവൻ അധികാരം ഇല്ലാത്തത് കൊണ്ടാണല്ലോ. അതെ, ഓരോ ദിവസം അധികാരം ഉള്ളപ്പോൾ ഇവർ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയിരുന്നത്? വിഗ്രഹ കള്ളക്കടത്ത് തൊട്ട് അങ്ങേ അറ്റം വരെ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ സംസാരിക്കാം. പക്ഷെ ഇവർ ഈ മമതാ ബാനർജിയും സോണിയാഗാന്ധിയും അന്റോണിയോ മെയ്നോയും ആയിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവർക്ക് ദീദി എന്നുള്ള പേരും വെച്ചുകൊണ്ട് ഇവർ നാട് നീളം ഇങ്ങനെ നുണയും പറഞ്ഞ് ഈ വഴക്കും കൂട്ടി നടക്കുകയാണ്. ഇവരെ കമ്മ്യൂണിസ്റ്റുകാർ അടിച്ച് പഞ്ചറാക്കിയിട്ടുണ്ട്. അവരതൊക്കെ മറന്നു. ഇപ്പം ഇവർ വന്നേ പിന്നെ ഒരു കാര്യത്തിൽ ഞാൻ ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഇവർ കമ്മ്യൂണിസത്തിനെതിരായിട്ട് ഒറ്റയ്ക്ക് പോരാടി കമ്മ്യൂണിസത്തിനെ അവിടെ നിന്ന് തച്ച് ഇല്ലാതാക്കി അവർ അധികാരത്തിലെത്തി. ഇപ്പം കമ്മ്യൂണിസ്റ്റുകാർ മിണ്ടണില്ലല്ലോ അവരെക്കുറിച്ച്. മമതാ ബാനർജിക്കെതിരായിട്ട് ഒരു അക്ഷരം പോലും മിണ്ടില്ല അവർ. കാരണം അവർക്കറിയാം ഭാവിയിൽ ഇവരുടെ സഹായം ഇല്ലാതെ ഇവർക്ക് അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല. കോൺഗ്രസിൻ്റെ സപ്പോർട്ടോടുകൂടി പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അവസാന ആശ്രയം ദീദിയാണെന്നറിയാം. ദീദി ഇനിയും പഠിപ്പിച്ചു കൊടുക്കും അവരെ. ഇതാണ് ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്ന. ഇതാണ് ഇന്നലെ അവർ തികഞ്ഞ പരാജയമായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യേണ്ടാത്തൊരു ജോലി ചെയ്താൽ പറയില്ല, നമുക്കറിയാൻ പാടില്ലാത്ത ജോലി നമ്മൾ പോകരുത്. ഇപ്പോൾ LLB പാസ്സായി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ അഭിഭാഷകനോ അഭിഭാഷകയോ ആയിക്കൊള്ളുന്നില്ല. കോടതിയിൽ പോയി കോടതിയിലെ വാദങ്ങളെല്ലാം കേട്ട് അതിലെ സാങ്കേതികത മനസ്സിലായിട്ട് വേണം നമ്മൾ ആർഗ്യൂ ചെയ്യണം. ആരുടെ മുമ്പിൽ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ. അതിവരൊരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കൂടിയാണ് അവർക്ക് ആ അവസരം ലഭിച്ചത് എന്ന് മറക്കരുത്. അതാണ് പ്രധാന കാരണം. അവർ തികച്ചും പരാജയമായിരുന്നു അവരുടെ പ്രകടനം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇന്ത്യ ലൈവിന് നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ ആയിട്ടാണ് ലഭിക്കേണ്ടത്. ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക. ചാനലിനകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനാവും. അവിടെ ഇന്ത്യ ലൈവിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഒപ്പം ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും യഥാസമയത്ത് ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഷെയർ ചെയ്യുക. മറ്റുള്ളവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.